PSC യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ 5ാമത്തെ അധ്യായമായ വരക്കാം വായിക്കാം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ദിശാസൂചികകളും ഭൂപടങ്ങളിൽ കൊടുത്തിരിക്കുന്ന അടയാളങ്ങളും അതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂഖണ്ഡങ്ങൾ, ഈ കാര്യങ്ങളൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യം തുടങ്ങുന്നത് സൂര്യൻ ഉദിക്കുന്ന ദിശ എവിടെയാണോ അതാണ് കിഴക്ക്. സൂര്യൻ ഉദിക്കുന്ന ദിശയാണ് കിഴക്ക്, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. പിന്നെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ദിശ കണ്ടുപിടിക്കുന്നത്? വടക്ക് നോക്കി യന്ത്രമാണ് ദിശ കണ്ടെത്താൻ പണ്ട് മുതലേ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം മൊബൈൽ ആപ്പുകളും ദിശ കണ്ടെത്താനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അടുത്തതായിട്ട് വടക്ക് നോക്കി യന്ത്രം എന്താണെന്നുള്ളതിന് ഒരു ചെറിയൊരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും. എങ്ങോട്ടാണ് നിലകൊള്ളുന്നത്? അതിൻ്റെ സൂചി തെക്ക് വടക്കായിട്ട്, നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ സൂചി എപ്പോഴും നിൽക്കുക. അപ്പോൾ ഈ തത്വം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വടക്ക് നോക്കി യന്ത്രം പ്രവർത്തിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ വെച്ച് നോക്കുമ്പം സൂചി അങ്ങോട്ടാണോ പോകുന്നത് ആ ഡയറക്ഷനാണ് വടക്ക് എന്ന് പറയുന്നത്. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ പണ്ടുകാലം മുതൽ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് വടക്ക് നോക്കി യന്ത്രമാണ് അല്ലേ. പണ്ട് പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യകളൊന്നും ഡെവലപ്പ് ചെയ്യാത്ത കാലഘട്ടങ്ങളിൽ എവിടെ നിന്നൊക്കെയോ ഉള്ള ആളുകൾ കപ്പൽ വഴി, വാസ്കോഡ ഗാമയൊക്കെ എത്തിയത് നമുക്കറിയാം അല്ലേ. അപ്പോൾ അവരൊക്കെ യാത്ര ചെയ്തിരുന്നത് എങ്ങനെയാണ്? വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് ദിശ കണ്ടുപിടിച്ച് ആ ദിശയുടെ അടിസ്ഥാനത്തിലാണ് അവർ യാത്ര ചെയ്ത് വന്നിരുന്നത്. പിന്നെ ഇന്ത്യയുടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. ഭൂപടത്തിലെ ദിശകളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഭൂപടത്തിൽ സാധാരണയായി ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും. ചുമർ ഭൂപടങ്ങളുടെ മുകളിൽ വടക്ക് ഭാഗത്ത് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം. ഇവിടെ നമുക്ക് ഈ ഭൂപടത്തിൽ നോക്കിയാൽ കാണാം അല്ലേ. ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോർത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ദിശ സൂചിപ്പിക്കുന്ന അടയാളം. ഭൂപടത്തിൻ്റെ ചുവട് ഭാഗം തെക്ക് ദിശയെയും വലതുഭാഗം പടിഞ്ഞാറ് ദിശയെയും ഇടതുഭാഗം കിഴക്ക് ദിശയെയും സൂചിപ്പിക്കുന്നു. അതായത് ഈ കൊടുത്തിരിക്കുന്നത് മേലത്തെ ഭാഗം, ഈ ഭാഗം മേലെയുള്ള ഭാഗം എന്ന് പറയുന്നത് ഉത്തരഭാഗം, നോർത്ത് ഭാഗം. പിന്നെ താഴെ കൊടുത്തിരിക്കുന്നത് സൗത്ത് ഭാഗം, തെക്ക് ഭാഗം, വടക്ക് ഭാഗം. താഴെ കൊടുത്തിരിക്കുന്നത് തെക്ക് ഭാഗം. പിന്നെ ഉള്ളത് വലത്ത് ഭാഗത്തുള്ളത് കിഴക്ക് ഭാഗം, ഇടത്ത് ഭാഗത്തുള്ളത് പടിഞ്ഞാറ് ഭാഗം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. വലത് ഭാഗം പടിഞ്ഞാറ് ദിശ, ഇടത് ഭാഗം കിഴക്ക് ദിശ, ചുവട് ഭാഗം തെക്ക് ദിശ, മേലെയുള്ളത് വടക്ക് ദിശ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇനി സാധാരണയായി ഭൂപടങ്ങളിൽ ദിശ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് വെച്ചിട്ടുള്ള 4 ചിഹ്നവും വെച്ചിട്ടുള്ള ഒരു ഇത് കൊടുക്കാറുണ്ട്. അല്ല നോർത്തിനെ മാത്രം കാണിക്കുന്നതായിട്ടുള്ള അടയാളങ്ങളും വെക്കാറുണ്ട്. പിന്നെ ഒരു സ്കൂളിൻ്റെ സ്കെച്ച് കൊടുത്തിട്ട് അത് കുട്ടികൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഓരോന്നിൻ്റെ ഏത് വശത്താണ് ഇന്ന ബിൽഡിംഗ് ഉള്ളത്, ഓഫീസ് ഏത് വശത്താണ്, ബാസ്കറ്റ്ബോൾ കോർട്ടിൻ്റെ ഏത് വശത്തായിട്ടാണ് വിശ്രാമ മുറി വരിക, അങ്ങനെയുള്ളൊരു പഠനത്തിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അത് ഞാൻ വെറുതെ ഇതിലൊന്ന് ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് അത് കണ്ടെത്താൻ പറ്റുന്നില്ലേ എന്നൊന്ന് നോക്കുക. ദിശ ഏതൊക്കെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ലേ. നിങ്ങളുടെ ക്ലാസ് മുറിയിലെ ബെഞ്ച്, മേശ, ബ്ലാക്ക് ബോർഡ് എന്നിവയുടെ സ്ഥാനം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു വസ്തുവിൻ്റെ സ്ഥാനം പറയുന്നത് എങ്ങനെയാണ്? ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടി ഇരിക്കുന്നതാണെങ്കിൽ നമ്മൾ പറയും 1ാമത്തെ ബെഞ്ചിൽ രണ്ടാമതിരിക്കുന്ന കുട്ടി, 4ാമത്തെ ബെഞ്ചിൽ ആദ്യം ഇരിക്കുന്ന കുട്ടി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതുപോലെ നമ്മളൊരു വസ്തുവിൻ്റെ സ്ഥാനം എങ്ങനെയാണ്, ഭൂമിയിലൊരു വസ്തുവിൻ്റെ സ്ഥാനം എങ്ങനെയാണ് പറയാമെന്നുള്ളതിനെക്കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പന്തിൻ്റെ അകത്ത് ഒരു വീടിൻ്റെ ചിത്രം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ സ്ഥാനം നമ്മൾ എങ്ങനെയാണ് പറയുക? ഇത് തെക്ക് വടക്ക് കിഴക്ക് ഭാഗത്താണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളെ ഭൂമി പോലെയല്ലേ ഇതിരിക്കുന്നത്. അപ്പോൾ ഈ ഗോളാകൃതിയിലുള്ള ഒരു വസ്തുവിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് സ്ഥാനം നിർണ്ണയിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് അടുത്ത ഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറുകെയുള്ള രേഖകളും വരച്ചു, നെടുകെയുള്ള രേഖകളും വരച്ചു. മനസ്സിലായോ? ഈ കുറുകെയുള്ള രേഖകളെ നമ്മൾ എന്ത് പറയുമെന്നറിയോ? അക്ഷാംശ രേഖകൾ എന്ന് പറയും. ഇങ്ങനെയുള്ള, അതായത് നേരെ വരച്ചേക്കുന്ന ഈ രേഖകളില്ലേ, അതെനിക്ക് ഈ പെന്ന് വെച്ച് നേരെ മാത്രമേ വരക്കാൻ പറ്റുള്ളൂ. മാറ്റി നോക്കട്ടെ. ഇങ്ങനെ വരച്ചേക്കുന്ന
രേഖകളെയാണ് അക്ഷാംശ രേഖ എന്ന് പറയുക. ഈ കുത്തനെയുള്ള രേഖകളെയാണ് രേഖാംശം എന്ന് പറയുക. ഇപ്പോൾ കുത്തനെ വെച്ചാൽ രേഖാംശം, നേരെ വെച്ചാൽ അക്ഷാംശം. കുത്തനെ വെച്ചാൽ രേഖാംശം, നേരെ വെച്ചാൽ അക്ഷാംശം. അപ്പോൾ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഈ രേഖകൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ വീടിൻ്റെ സ്ഥാനം മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇനി ഓരോ വരയ്ക്കും അക്ഷാംശവും, ഒരു മിനിറ്റ് പെണ്ണൊന്ന് മാറ്റിക്കോട്ടെ, ഓരോ വരയ്ക്കും അക്ഷാംശവും നമ്പറും കൂടി നൽകിയാൽ ഏതൊക്കെ വരകൾക്കിടയിലാണ് വീടിൻ്റെ സ്ഥാനം എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും അല്ലെ. ഇതിലോരോ നേരെയുള്ള രേഖകൾക്കും കുത്തനെയുള്ള രേഖകൾക്കും ഒക്കെ അക്ഷരവും നമ്പറും ഒക്കെ ആയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പറയാം ഇതിൻ്റെ സിയുടെയും ഡിയുടെയും ഇടയിൽ 5, 6ൻ്റെയും നമ്പറിൻ്റെ ഇടയിലാണ് ആ വീടിൻ്റെ സ്ഥാനം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അതുപോലെ നമ്മളെ ഭൂമിയിലും ഓരോ സ്ഥാനങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് രേഖകളുണ്ട്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞ അക്ഷാംശ രേഖയും രേഖാംശ രേഖയും. തന്നിരിക്കുന്ന ഗ്ലോബിൽ ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയ വര ശ്രദ്ധിക്കൂ. ഈ നടുക്ക് ഭാഗത്ത് ചുവപ്പ് നിറത്തിലൊരു വര വരച്ചിട്ട് കാണുന്നില്ലേ? ഇതെവിടെ കണ്ടോ? ഈ നടുക്ക് ഭാഗത്ത് വരച്ചിരിക്കുന്ന വരയാണ് ഭൂമിനെ 2 ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ്. അതിനെ നമ്മൾ ഭൂമധ്യരേഖ എന്ന് പറയും. അതായത് ഈ കൊടുത്തിരിക്കുന്ന വര, അത് ഞാൻ വരച്ചപ്പോൾ ഒരുമാതിരി വരയായി. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വരക്കുക. ഓക്കെ, ഇതാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നു? ഗ്ലോബിനെ 2 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. അതിവിടെ എ എന്നും ബി എന്നും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് എവിടെയാണ്? വടക്ക് ഭാഗമാണ്. ബി എന്ന് പറയുന്നത് തെക്ക് ഭാഗമാണ്. അപ്പോൾ ഈ വടക്ക് ഭാഗത്തുള്ളതിനെ നമ്മൾ പറയും വടക്കേ അർദ്ധഗോളം അഥവാ ഉത്തരാർദ്ധഗോളം. വടക്കേ അർദ്ധഗോളം അഥവാ ഉത്തരാർദ്ധഗോളം. ഇനി തെക്ക് ഭാഗത്തുള്ളതിന് എന്താ പറയുക? തെക്കേ അർദ്ധഗോളം, അല്ലെങ്കിൽ വേറൊരു പേരും കൂടി ഉണ്ടല്ലോ, ദക്ഷിണാർദ്ധഗോളം എന്നും പറയും. തെക്കേ അർദ്ധഗോളം എന്നും പറയും, ദക്ഷിണാർദ്ധഗോളം എന്നും പറയും. ഇനി ഈ ഭൂമധ്യരേഖ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, കൃത്യം നടുവിലൂടെ വരക്കുന്ന രേഖ. ഇതൊക്കെ സാങ്കല്പികമായിട്ടുള്ള വരകളാണ് കേട്ടോ. ഭൂമിയിലല്ലാണ്ട് ഇങ്ങനെ ആരും വരയൊന്നും വരച്ചു വെച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് മുകളിലും താഴെയും ഒരുപാട് രേഖകൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോതിൻ്റെ സ്ഥാനം പറയാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് രേഖകൾ വരച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ താഴെയും ഒരുപാട് രേഖകളുണ്ട്. അപ്പോൾ ഇങ്ങനെ നേരെയുള്ള ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് വരക്കുന്ന രേഖകളെ നമ്മൾ എന്ത് പറയുമെന്ന് പറഞ്ഞു? അക്ഷാംശ രേഖകൾ എന്ന് പറയും. ഓക്കെ, ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള രേഖകളുണ്ട്. അപ്പോൾ ഇവയെ നമ്മൾ എന്ത് പറയും? അക്ഷാംശ രേഖകൾ എന്ന് പറയും. അക്ഷാംശ രേഖകൾ. ഓക്കെ, ഇനി ഈ അക്ഷാംശ രേഖയ്ക്ക് ലംബമായിട്ട് ഇങ്ങനെ കുറേ വരകളുണ്ട്, ഇങ്ങനെ വരുന്ന. അപ്പോൾ ഈ ലംബമായിട്ട് വരക്കുന്ന വരകളെ നമ്മൾ എന്ത് പറയും? രേഖാംശ രേഖകൾ എന്ന് പറയും. ലംബമായിട്ട് വരക്കുന്നതിനെ രേഖാംശ രേഖകൾ എന്ന് പറയും. കുത്തനെയുള്ളതിനെ രേഖാംശം, നീളത്തിൽ നേരെ വരക്കുന്നതിനെ അക്ഷാംശം. അപ്പോൾ ഇത് വച്ചിട്ടാണ് നമ്മൾ ഭൂമിയിൽ ഓരോന്നിൻ്റെയും സ്ഥാനം നിർണ്ണയിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി ഇത് സാങ്കല്പിക രേഖകളാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഇനി ഗ്ലോബും ഭൂപടവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ഗോളാകൃതിയിലുള്ള ഒരു ഭൂമിയുടെ മാതൃകേനാണ് നമ്മൾ എന്ത് പറയുക? ഗ്ലോബ് എന്ന് പറയുക. നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ഗോളാകൃതിയിലുള്ളതിനെ നേരെ ഇടിച്ച് പരത്തി വെച്ചാൽ എന്തായി? അത് മാപ്പായി, ഭൂപടമായി. ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ അത് ഭൂപടമായിട്ട് മാറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് തമ്മിലുള്ള വ്യത്യാസം, ഭൂപടവും ഗ്ലോബും തമ്മിൽ. ഗ്ലോബ് ഉരുണ്ടിരിക്കും, ഭൂപടം പരന്നിരിക്കും, അത്രേ ഉള്ളൂ. ഇനി കേരളത്തിൻ്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ ABC എന്നിങ്ങനെയൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്താ? ഭൂപടത്തിൻ്റെ ഹെഡിങ് ആണ്. അപ്പോൾ നമ്മളൊരു ഭൂപടം വരക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ അതിന് ഒരു ഹെഡിങ് വേണം. ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു ഹെഡിങ് കൊടുത്തു. ഇനി ദിശ കാണിച്ചിരിക്കണം. ദിശ കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എല്ലാ ദിശകളും അവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെന്താ? ഇതിൻ്റെ അകത്ത് സൂചികകൾ, അതായത് നമ്മൾ ഓരോ വരകൾ എന്തിനു സൂചിപ്പിക്കുന്നു? ഇതിൽ നോക്കിയേ, ഈ കുത്തുകുത്തിട്ട വരകൾ സംസ്ഥാന അതിർത്തിയെ സൂചിപ്പിക്കുന്നു. നേരെയുള്ള വര ജില്ലാ അതിർത്തിയെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ സ്റ്റാർ ഇട്ടേക്കുന്ന ഓരോ സ്ഥലത്തും ഇങ്ങനെ സ്റ്റാർ ഇട്ടിട്ടുണ്ടോ? അയ്യോ അതല്ലല്ലോ, സ്റ്റാർ ഇട്ടത് ഏതാ? താഴെ തലസ്ഥാനത്തെ സൂചിപ്പിക്കുന്നത്. സ്റ്റാർ ഇട്ടത് തലസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ജില്ലാ ആസ്ഥാനങ്ങളെ സൂചിപ്പിക്കാനാണ് ഈ ഡോട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ ഓരോ സൂചികകളാണിത്. ഈ മാപ്പിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനൊക്കെ
അവിടെ മെൻഷൻ ചെയ്ത് വച്ചേക്കുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനാണ് സൂചിപ്പിക്കുന്നത്. ഡോട്ട് ഇട്ടാൽ അത് ജില്ലാ ആസ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഓരോ സൂചികകൾ തന്നേക്കാണ്. ABC എന്നിങ്ങനെ അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭൂപടത്തിലുണ്ടായിരിക്കേണ്ട ആവശ്യ ഘടകങ്ങളാണിവ. ഇവ ഉപയോഗപ്പെടുത്തിയാണ് ഭൂപടങ്ങൾ വായിക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭൂപടത്തിൻ്റെ കൃത്യമായിട്ട് എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പൊതുവെ മുകൾ ഭാഗത്ത് എന്ത് ചെയ്യുന്നു? തലക്കെട്ട് നൽകുന്നു. അപ്പോൾ ഭൂപടം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ആ തലക്കെട്ട്. ഭൂപടത്തിൻ്റെ ഉള്ളടക്കം അതാണ് തലക്കെട്ടിലൂടെ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള എന്താ? കേരളം രാഷ്ട്രീയ ഭൂപടം തലക്കെട്ടായി. ഇനി പിന്നെ ദിശ സൂചിപ്പിക്കുന്നതാണ് രണ്ടാമത് പറഞ്ഞത്. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. അത് ഉണ്ടായിരിക്കണം ഒരു ഭൂപടത്തിൽ. ദിശാസൂചകം കൊടുത്തിരിക്കണം. ഇനി ഭൂതല സവിശേഷതകൾ തിരിച്ചറിയുന്നതിനായി സൂചിക നൽകണം. ഭൂപടത്തിൽ സൂചിക നൽകണം. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ സൂചിക നൽകിയിട്ടുണ്ട്? സംസ്ഥാന അതിർത്തി. ഈ ഡോട്ട് ഇട്ട ലൈനാണെങ്കിൽ സംസ്ഥാന അതിർത്തിയാണ്. നേരെയുള്ള ലൈനാണെങ്കിൽ ജില്ലാ അതിർത്തിയാണ്. സ്റ്റാർ ഇട്ടത് തലസ്ഥാനമാണ്. കുത്തൂത്തിട്ടത് ജില്ലാ ആസ്ഥാനമാണ്. അപ്പോൾ ഇത്രയും സൂചികകൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. സൂചികകൾ വേണം, തലക്കെട്ട് വേണം, ദിശ ഡയറക്ഷൻ വേണം. മാപ്പിൽ വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങളെയാണ് പറഞ്ഞു തരുന്നത്. ഇനി സൂചികയിൽ നമ്മൾ എന്തൊക്കെ അടയാളപ്പെടുത്തും? അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന അതിർത്തിയാണെങ്കിൽ ഡോട്ട് ഇട്ട് കാണിക്കുന്നു. ജില്ലാ അതിർത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. നദികൾ എങ്ങനെ അടയാളപ്പെടുത്തും? ദേശീയപാത എങ്ങനെ അടയാളപ്പെടുത്തും? റെയിൽവേ പാതകൾ, തലസ്ഥാനം, ജില്ലാ ആസ്ഥാനം, തുറമുഖം, വിമാനത്താവളം, മറ്റ് സംസ്ഥാന പാതകൾ, ഇതൊക്കെ എങ്ങനെ അടയാളപ്പെടുത്തുന്നുള്ളത് ആ സൂചികയിൽ എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇനി കാർട്ടോഗ്രഫി എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങാണ് കൊടുത്തേക്കുള്ളത്. അപ്പോൾ എന്താ അത്? ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ശാസ്ത്രശാഖ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിനും പ്രത്യേക ശാസ്ത്രശാഖകളൊക്കെ വേണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശാസ്ത്രശാഖയുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ കാർട്ടോഗ്രഫി എന്ന് പറയാം. ഭൂപടം തയ്യാറാക്കുന്ന ആളെ എങ്ങനെയാണെങ്കിൽ എന്താ പറയുക? കാർട്ടോഗ്രാഫർ എന്ന് പറയും. ഭൂപടം തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്ന് പറയും. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയെ കാർട്ടോഗ്രഫി എന്ന് പറയും. കാർട്ടോഗ്രാഫർ. പിന്നെ നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ സർവേ ഓഫ് ഇന്ത്യക്കാണ് എന്തിനുള്ള അധികാരം? ഭൂപടങ്ങൾ നിർമ്മിക്കാനും പരിശോധിക്കാനും പ്രസിദ്ധീകരിക്കാനും ഇതിനൊക്കെയുള്ള അധികാരം ആർക്കാണ്? സർവേ ഓഫ് ഇന്ത്യ. ഇതൊരു കേന്ദ്ര സർക്കാർ ഏജൻസിയാണ്. ഓക്കെ, അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്ന് കൊടുത്തിട്ടുണ്ട്? ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ കാർട്ടോഗ്രഫി പഠിച്ചു, ഭൂപടം നിർമ്മിക്കുന്ന ശാസ്ത്രശാഖ, കാർട്ടോഗ്രാഫർ പഠിച്ചു, ഭൂപടം ഉണ്ടാക്കുന്ന ആൾ. പിന്നെ ഇതിനുള്ള അധികാരം ആർക്കാണ്? ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ഏജൻസി ആയിട്ടുള്ള സർവേ ഓഫ് ഇന്ത്യക്കാണ് അധികാരം. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് ആസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഈ മാപ്പ് വെച്ചിട്ട് കണ്ടുപിടിക്കാനുള്ള കുറച്ച്, കേരളത്തിൻ്റെ ഒരു മാപ്പ് കുറച്ച് നേരത്തെ കാണിച്ചില്ലേ? അപ്പോൾ അത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. തെക്കേറ്റത്തുള്ള ജില്ല, വടക്കേറ്റത്തുള്ള ജില്ല, ഏതൊക്കെ അറിയില്ലേ? തെക്കേറ്റത്ത് തിരുവനന്തപുരമാണ്, വടക്കേറ്റത്ത് കാസർഗോഡാണ്. പിന്നെ 2 സംസ്ഥാനങ്ങളായ അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ല. കാസർഗോഡും തിരുവനന്തപുരം വരെയുള്ള റെയിൽവേ പാതയുടെ ദിശ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നതേ ഉള്ളൂ. അതൊന്ന് ജസ്റ്റ് നോക്കി വച്ചേക്കാം പരീക്ഷയ്ക്ക് മുമ്പായിട്ട്. ഓക്കെ, പിന്നെ കൊടുത്തിട്ടുള്ളത് ഇന്ത്യയുടെ ഒരു മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. കേരളം കഴിഞ്ഞു, അടുത്തത് ഇന്ത്യയുടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടൽ, ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. പിന്നെ ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാ? ലഡാക്ക്. ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശമോ? ആൻഡമാൻ നിക്കോബാർ. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ്? അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്താണ്. തെക്ക് ഭാഗത്തായിട്ടുള്ള അയൽരാജ്യം ഏതാണ്? ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള അയൽരാജ്യം ഇതല്ലേ? ശ്രീലങ്കയല്ലേ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള അയൽരാജ്യം? ഓക്കെ, ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ്. പിന്നെ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായിട്ട് വരുന്ന ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ശ്രീലങ്ക. ഇതൊക്കെ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായിട്ട് വരുന്നതാണ് അല്ലേ? ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ചൈന, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ശ്രീലങ്ക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വച്ചേക്കാം.
ഇനി ഉത്തർപ്രദേശിനെ കുറിച്ചിട്ട് ചെറിയൊരു കുറിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്ഥാനം ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. നമുക്കറിയാം ഉത്തർപ്രദേശ് എവിടെയാണ്? ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. അപ്പോൾ എൻ്റെ സ്ഥാനം ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണെന്ന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അതിർത്തിയിൽ ഒരു രാജ്യമുണ്ട്, അതാണ് നേപ്പാൾ. ഉത്തർപ്രദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? നേപ്പാളാണ്. കൂടാതെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടി ഞാൻ പങ്കിടുന്നു. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ആരാണ്? ഉത്തർപ്രദേശാണ്. കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തു പറയുന്നു? ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നൊരു വിളിപ്പേരും കൂടെ ഉത്തർപ്രദേശിനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പോയിന്റ് പറഞ്ഞു? ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് സ്ഥാനം, അതിർത്തിയിൽ നേപ്പാൾ, 8 സംസ്ഥാനങ്ങളായിട്ട് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നു, കരിമ്പ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് എന്തു പറയുന്നു? ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നുള്ള ഒരു പേരും കൂടെ ഉണ്ട്. പിന്നെ എൻ്റെ നാട്ടിലെ നൃത്തകലയാണ് കഥക്. കഥക് ഉത്തർപ്രദേശിലെ. പ്രധാന നഗരങ്ങളുടെ പേരുകൾ കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ്. കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ് എല്ലാം പ്രധാനപ്പെട്ട പേരുകളാണ് അല്ലേ? നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഒരുപാട് കേട്ടിട്ടുള്ള പേരുകളാണ്. അശോക സ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരനാഥ് എൻ്റെ പ്രശസ്തി ലോകമെങ്ങും പരത്തുന്നു. അപ്പോൾ ഉത്തർപ്രദേശിനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ഇത്രയും പോയിന്റുകളെങ്കിലും ഓർത്തിരിക്കുക. 8 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. നേപ്പാളാണ് അതിർത്തിയിൽ വരുന്ന രാജ്യം. പഞ്ചസാര കിണ്ണമെന്നറിയപ്പെടുന്നു. എന്തുകൊണ്ട്? കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട്. പിന്നെ നൃത്തകല ഏതാണ്? കഥക്കാണ്. കഥക്ക്. പിന്നെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ്. പിന്നെ അശോക സ്തംഭത്തിലൂടെയുള്ള സാരനാഥ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വാസ്കോഡ ഗാമ പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായക്കപ്പലുകളിലായി 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡ ഗാമ എങ്ങോട്ട് യാത്ര തിരിച്ചു? ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു. പോർച്ചുഗലിൻ്റെ ലിസ്ബൺ തുറമുഖത്ത്, എവിടെ? ലിസ്ബൺ തുറമുഖത്ത് 4 പായക്കപ്പൽ, 170 ആൾക്കാർ. അപ്പോൾ ഇത്രയും ആളെ കൊണ്ട് വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് വരികയാണ്. കാറ്റിൻ്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. അപ്പോൾ എവിടെയുള്ള? യൂറോപ്പിൻ്റെ ഒരു അറ്റത്ത് ഇങ്ങോട്ട് വരാൻ തുടങ്ങുക അല്ലേ? അപ്പോൾ 170 ആൾക്കാരുണ്ട്. ലിസ്ബണിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. കാറ്റിൻ്റെ സഹായത്തോടെ കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്തെത്തി. എവിടെ? മലിന്തി തുറമുഖത്തെത്തി. അവിടെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498, മറക്കരുത്, 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത്, എവിടെ? കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്ന് യാത്ര തുടങ്ങുന്നു. 170 പേര് അങ്ങനെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയിലെത്തി. ആഫ്രിക്കേൻ്റെ കിഴക്കേ തീരം വഴി പിന്നെ മലിന്തി തീരത്തോട്ട് വന്നു. മലിന്തിയിൽ നിന്ന് മൺസൂൺ കാറ്റിൻ്റെ സഹായത്തോടെ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരം. എപ്പോൾ? 1498 മെയ് 20. യൂറോപ്പിൽ നിന്ന് 1000കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോഡ ഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടി. അപ്പോൾ ഇന്ത്യയുടെ കാര്യവും കഴിഞ്ഞു. ഇനി നമ്മളെന്താ? വേൾഡ് മാപ്പിലേക്ക് പോവുക. അപ്പോൾ ഇവിടെ നമ്മുടെ വേൾഡ് മാപ്പിൻ്റെ ഒരു രൂപം കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്താ? ഭൂഖണ്ഡങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെ ഭൂഖണ്ഡങ്ങളാണ് ഉള്ളത്? വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, പിന്നെ നമ്മുടെ ഏഷ്യ, ഓസ്ട്രേലിയ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കോ. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, പിന്നെ താഴെയുള്ളത് അന്റാർട്ടിക്കയും കൂടെ. പിന്നെ ഏതൊക്കെ സമുദ്രങ്ങളാണ് ഉള്ളത്? അതും ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങിക്കോ. പസഫിക് സമുദ്രം, ആർട്ടിക്, അറ്റ്ലാന്റിക്, അന്റാർട്ടിക്. പസഫിക്, ആർട്ടിക്, അറ്റ്ലാന്റിക്, അന്റാർട്ടിക്. അല്ലെങ്കിൽ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ആർട്ടിക്കും അന്റാർട്ടിക്കും ഒന്നിച്ച് പഠിച്ചോ. പസഫിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം, അതിൻ്റെ ഇടയിലായിട്ട് അറ്റ്ലാന്റിക് ഉണ്ട്, പിന്നെ ഇന്ത്യൻ മഹാസമുദ്രം. ഇത്രയേ ഉള്ളൂ. ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക അല്ലേ? ഇനി സമുദ്രങ്ങൾ പസഫിക്, ആർട്ടിക്, അന്റാർട്ടിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ ഇതിലേറ്റവും വലിയത് ഏതാ? പസഫിക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കാം. ഇനി വാസ്കോഡ ഗാമ വന്ന വഴി ഈ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു റെഡ് കളറിൽ ഇങ്ങനെ കൊടുത്തിട്ട് കണ്ടോ? അപ്പോൾ ഇതാണ് വാസ്കോഡ ഗാമ
ലിസ്ബൺ, എന്തായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര്, നമ്മളെ ലിസ്ബണിൽ നിന്ന് യൂറോപ്പിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇന്ത്യയിലോട്ട് വന്ന, ഇന്ത്യയുടെ കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്തെത്തിയ, കാപ്പാട് വന്നെത്തിയ റൂട്ട് മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെ സമുദ്രം വഴിയാണ് വന്നിട്ടുള്ളത്? അറ്റ്ലാന്റിക് സമുദ്രം വഴി, അന്റാർട്ടിക് സമുദ്രം വഴി, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അവിടെ എത്തി അല്ലേ. പിന്നെ വേറെ ഏതൊക്കെ സമുദ്രങ്ങളാണ് ഉള്ളത്? പസഫിക് ഉണ്ട്, ആർട്ടിക് ഉണ്ട്, ബാക്കി ഇത്രയും കൂടെ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾ നിരീക്ഷിച്ച ലോക ഭൂപടത്തിൽ സമുദ്രങ്ങളോടൊപ്പം വിശാലമായ കരഭാഗങ്ങൾ കൂടി കാണുന്നില്ലേ? ഇത്തരത്തിൽ അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ. അപ്പോൾ നമ്മൾ ഏതൊക്കെ വൻകരകളുണ്ട്, ഏതൊക്കെ ഭൂഖണ്ഡങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണെന്നൊന്ന് കാണാതെ പറഞ്ഞു നോക്കിയേ. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ്? ഏഷ്യയുടെ ഭാഗമാണ് അല്ലേ. ഭൂരിഭാഗം ഭൂഖണ്ഡങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇതിൽ നോക്കിയാൽ തന്നെ അറിയാം അല്ലേ. വടക്കേ അമേരിക്ക സമുദ്രത്താൽ ചുറ്റപ്പെട്ടിട്ടാണുള്ളത്, തെക്കേ അമേരിക്ക സമുദ്രത്താൽ ചുറ്റപ്പെട്ടിട്ടാണുള്ളത്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക ഇവയൊക്കെ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള വൻകരകളാണ്. ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെ? അറ്റ്ലാന്റിക് സമുദ്രം എടുക്കാം. അറ്റ്ലാന്റിക് സമുദ്രം ഇതാ ഇവിടെ. അറ്റ്ലാന്റിക്കിന് പടിഞ്ഞാറ് കാണുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. അറ്റ്ലാന്റിക്കിന് കിഴക്ക് കാണുന്നതോ? യൂറോപ്പ്, ആഫ്രിക്ക അല്ലേ. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് കാണുന്നതോ? ആഫ്രിക്ക. കിഴക്കാണെങ്കിൽ ഓസ്ട്രേലിയ. ഇനി എന്താ കൊടുത്തിട്ടുള്ളത്? ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് കാണുന്നത് നമ്മൾ പറഞ്ഞു. ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യ ആണല്ലേ. ഏഷ്യ. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിൽ കാണപ്പെടുന്ന ഭൂഖണ്ഡം, അറ്റ്ലാന്റിക്കിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിലാണ് ആഫ്രിക്ക കാണപ്പെടുന്നത്. ആഫ്രിക്ക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മൈൻഡിൽ വെക്കുക. ജനജീവിതത്തിൽ ഭൂപടങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഇപ്പോൾ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ ഓരോ സ്ഥലങ്ങളൊക്കെ അല്ലേ ഭൂപടത്തിൽ നോക്കിയിട്ടാണ് ഈ സ്ഥലം എവിടെയായിട്ടാണ് വരിക എന്നൊക്കെ നമുക്ക് ഭൂപടം നോക്കിയാലാണ് മനസ്സിലാവുള്ളൂ. ഭൂമിശാസ്ത്ര പഠനം, പ്രതിരോധം, വിനോദസഞ്ചാരം, ഭരണനിർവഹണം, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും മറ്റ് അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ദുരന്തമുഖത്ത് വേഗത്തിൽ എത്തിച്ചേരാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഭൂപടങ്ങളും റൂട്ട് മാപ്പുകളും ഉപയോഗിക്കുന്നു. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കണം കേട്ടോ. ഇപ്പോൾ പ്രളയവും ഉരുൾപൊട്ടലും അങ്ങനെ എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടും അവിടെ പെട്ടെന്ന് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടും ഈ റൂട്ട് മാപ്പുകൾ അല്ലെങ്കിൽ ഭൂപടങ്ങളൊക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. നിത്യജീവിതത്തിൽ ഭൂപട വായനയിലൂടെ കടന്നു പോകേണ്ട സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ആധുനിക ലോകത്ത് ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഭൂപട വായന അനിവാര്യമായ ഒരു ഘടകമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പറയുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? ദിശ മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ദിശ സൂചിക്കുന്ന ഒരു ക്ലാസ്സിൻ്റെ ദിശയും ക്ലാസ്സിലെ ഓരോ ഭാഗങ്ങൾ എവിടെയൊക്കെയാണ്, ഇതിൻ്റെയൊക്കെ ഏത് ദിശയിലാണുള്ളത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ വടക്ക് നോക്കിയ യന്ത്രത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായി. പണ്ട് കാലത്ത് ദിശ മനസ്സിലാക്കാൻ, പണ്ടുകാലം മുതൽ ദിശ മനസ്സിലാക്കാൻ ഉപയോഗിച്ചത് വടക്ക് നോക്കിയ യന്ത്രമാണ്. പിന്നെ അക്ഷാംശ രേഖ, രേഖാംശ രേഖ, കുത്തനെ വെച്ചാൽ രേഖാംശം, നേരെ വെച്ചാൽ അക്ഷാംശം. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നമ്മളെന്താ പറഞ്ഞത്? ഭൂമധ്യരേഖ, ഭൂമിനെ നടുവേ മുറിക്കുന്ന രേഖയാണ് ഭൂമധ്യരേഖ. ഗ്ലോബും ഭൂപടവും തമ്മിലുള്ള വ്യത്യാസം, ഗ്ലോബ് ഉരുണ്ടിരിക്കും, ഭൂപടം പരന്നിരിക്കും. അപ്പോൾ ഇത്രയും വ്യത്യാസമേ ഉള്ളൂ. പിന്നെ കേരളം ഒരു മാപ്പ് വരയ്ക്കുമ്പം അതിന് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു? ഹെഡിങ് വേണം, ദിശാസൂചിക വേണം, പിന്നെ അതിന് മറ്റ് സൂചികകൾ കൊടുക്കണം അല്ലേ. ഓരോ രേഖകളും അല്ലെ ഓരോ വരകളും എന്തിനു സൂചിപ്പിക്കുന്നു, ഓരോ കുത്തുകളും എന്തിനു സൂചിപ്പിക്കുന്നു എന്നുള്ള സൂചികകളും കൊടുക്കണം. ആവശ്യ ഘടകങ്ങളൊക്കെ അതാണ്. പിന്നെ എന്തൊക്കെ തരത്തിലുള്ള സൂചികകളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. കാർട്ടോഗ്രഫി, മാപ്പ് തയ്യാറാക്കുന്നതിനെക്കുറിച്ചുള്ള ഭൂപടശാസ്ത്രം തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നു. പിന്നെന്താ, ചുമതലപ്പെട്ടത് ആരാ ഇന്ത്യയിൽ? കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണാണ് ആസ്ഥാനം. പിന്നെ നമ്മൾ ഇന്ത്യൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. തെക്കേ അറ്റത്ത് ആൻഡമാൻ നിക്കോബാറാണ്. തലസ്ഥാനം ഡൽഹിയാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ ഉത്തർപ്രദേശിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിർത്തി പങ്കിടുന്നത് നേപ്പാളുമായിട്ട്. പിന്നെ 8 സംസ്ഥാനങ്ങളായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നു. നൃത്തകല ഏതായിരുന്നു പറഞ്ഞത്? കഥക്കാണ് അല്ലേ, കഥക്ക്.
പിന്നെ കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ്, സാരനാഥ് ഇത്രയും സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോർച്ചുഗലിൽ നിന്ന് 170 പേരടങ്ങുന്ന ഇവിടെ ലിസ്ബൺ തീരത്തു നിന്നാണ് വരുന്നത്. യൂറോപ്പിൻ്റെ ഒരു അറ്റത്താണ്. 170 പേരെയും കൂട്ടിയിട്ട് വരുവാണ്. വാസ്കോഡി ഗാമ 4 പായക്കപ്പലുണ്ട്. ആഫ്രിക്കയിലെത്തുന്നു, എന്നിട്ട് മലിന്തിയിലെത്തുന്നു. മലിന്തിന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവിടുന്ന് 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് കേരളത്തിൽ കോഴിക്കോട് കാപ്പാട് എത്തുന്നു. അപ്പോൾ അത് ചരിത്രത്തിൽ ഇടം പിടിച്ച കാര്യമൊക്കെ. പിന്നെ നമ്മൾ വേൾഡ് മാപ്പ്, ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് പറഞ്ഞു, സമുദ്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. പിന്നെന്താ, ഇത്രയും കാര്യങ്ങളാണ്. ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്ന് ചാപ്റ്റർ മൊത്തമായിട്ട് വായിക്കുക. ഇതിലുള്ള എല്ലാ പോയിന്റുകളും, ആവശ്യമുള്ള എല്ലാ പോയിന്റുകളും ഞാൻ ഈ PDF-ൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. PSC യാത്ര എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഈ PDF അവൈലബിൾ ആവും. അപ്പോൾ ശരി, താങ്ക് യു. വീണ്ടും കാണാം.